അവറാച്ചൻ അമ്മച്ചി ഇത്രത്തോളമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി. ഇനി ഞാൻ കുറച്ച് സ്ഥലം പുറകിൽ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ അതൊക്കെ ഇഷ്ടപ്പെടാം അമ്മച്ചിക്ക്. ഇനിയും കുറെ കൂടി ബിൽഡിങ് ചെയ്യണം അമ്മച്ചി. അതുകൊണ്ടല്ലേ ഒരുപാട് ഗസ്റ്റും ഫോണേഴ്സൊക്കെ ഒരുപാട് വരും. ദൈവാനുഗ്രഹം കൊണ്ട് എന്റെ കുഞ്ഞിന് ഇതെല്ലാം നേടാൻ സാധിച്ചില്ലേ? എല്ലാം അമ്മച്ചിയുടെ പ്രാർത്ഥന അമ്മച്ചി. കണ്ടു പഠിക്കടാ, രണ്ടെണ്ണം കാള പോലെ വളർന്നേക്കോ. ഇതിന്റെ ജോലിക്കൊന്നും പോകണ്ടേ? ഇതിലെ ഇറങ്ങി നടന്നാ മതിയോ? എനിക്കൊരാഴ്ച ലീവ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നാ പിന്നെ നീ വന്ന സ്ഥിതി ആ പെങ്കൊച്ചിനെയും കൂടെ കൊണ്ടുവരാൻ മേലാലോ. അമ്മച്ചിക്ക് അറിയാലോ, അവൾക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ലെന്നേ. അവൾക്ക് 6 മാസമായി. എന്തായാലും കുഞ്ഞുണ്ടാകട്ടെ, ഞാൻ എല്ലാം കരുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ, അവൾ അവിടെ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാമായിരുന്നു. നീ കേട്ടോ, എല്ലാവർക്കും ഓരോ പ്രതീക്ഷകളുണ്ട്. എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അത്രയും പോലും പ്രതീക്ഷിച്ചു. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് സാറ് വരും കേട്ടോ. താഴെല്ലാം ഓക്കെ അല്ലേ? ഇന്നെന്തെങ്കിലും ഓട്ടോ ഉണ്ടോ? ഇല്ല, സാറ് വന്നു കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. ഒന്നും പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച്. വന്നു കഴിയുമ്പോ കാണും. കാണാൻ മുരളി വരുന്നുണ്ട്. അമ്മച്ചിയുടെ മാനേജർ കേട്ടോ, വിജീഷ്. മോന്റെ വീട് എവിടെയാണ്? എറണാകുളത്താ. പ്രിൻസേ, അമ്മച്ചി ഇതാ നമ്മുടെ ഇവിടുത്തെ ഡ്രൈവർ. ഇവിടെ തന്നെയാണോ വീട്? വിജീഷേ, അമ്മച്ചിക്കും ഇവർക്ക് വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം കേട്ടോ. ഒരു കുറവും വരില്ല. മേഡം, നമുക്കെന്നാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയാലോ? എടാ മോനെ, നീ എന്നെ മാട ഇടവെന്നൊന്നും വിളിക്കണ്ട, എന്റെ അമ്മച്ചിന്ന് വിളിച്ചാ മതി. എന്റെ അമ്മച്ചി ഇത് എല്ലാ റിസോർട്ടിലും പറയുന്ന, അവര് മാളം ഇടവെന്നും പറഞ്ഞ അമ്മച്ചിയെ മാസക്കണക്ക് പഠിപ്പിച്ചതല്ല. അവരൊരു നല്ല കാര്യം പറഞ്ഞപ്പോഴത്തേന് അവര് കടിച്ചു കീറാൻ ചെല്ലോ. ഇത് എന്തൊരു സ്വഭാവമാണ്. ഞാൻ അന്നേരം പറഞ്ഞല്ലേ ഇങ്ങോട്ടുള്ള വണ്ടി ഞാൻ ഓടിച്ചോളാം. സമ്മതിച്ചോ? എന്നാ ആ കൊച്ചൻ പറഞ്ഞ പോലെ നമുക്ക് ആ ബ്രേക്ക് ഡാൻസ് കളിക്കാൻ പോകാം. എടാ, ബ്രേക്ക് ഡാൻസ് കളിക്കാൻ പോകാൻ. അതെയോ, നമുക്ക് എല്ലാവർക്കും ബ്രേക്ക് ഡാൻസ് കളിക്കാൻ പോകാം. അമ്മച്ചി ബ്രേക്ക് ഡാൻസ് കളിക്കുന്നു. ഒറ്റ അടി വെച്ച് തരും. എടാ കുഞ്ഞാ, നിനക്ക് എന്നാ പരിപാടി ഇവിടെ? ഞാൻ വണ്ടി ഓടിക്കാം. ഇവിടെയും? എടാ, ഞാനും ഡ്രൈവറാന്നേ. അന്ന് പറയുന്നുണ്ട്. എടാ, ഓട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാനേ. ചെയ്തുതരാം. ഓക്കെ ഓക്കെ. അമ്മച്ചി, ഈ കാണുന്ന എത്രയോ സ്ഥലം ഞാൻ ഇങ്ങനെ കണ്ടു വെച്ചേക്കുവാണ്. വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അമ്മച്ചി. അമ്മച്ചി ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എടാ മോനെ, നിന്നെ കൊണ്ട് സാധിക്കും. ദൈവാനുഗ്രഹം കൊണ്ട് നീ ഇത് മൊത്തം മേടിക്കുകയും ചെയ്യും. മറ്റേ എനിക്ക് നിന്നിലേ ഒരു പ്രതീക്ഷയുള്ളൂ. മറ്റവന്മാരെല്ലാം പോങ്ങന്മാരാ. അവന്മാരുടെ അപ്പന്റെ അതേ സ്വഭാവം. നിങ്ങളുടെ ഇച്ഛാൻ എന്തിനാ ഈ കണ്ട ഇടമൊക്കെ മേടിച്ചിടുന്നത്? ബാക്കി എല്ലാരും കൂടെ പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ഫുഡ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഏതായാലും എന്റെ മരുമക്കൾ ഉണ്ടാക്കി തരാത്ത ഫുഡായതുകൊണ്ട് ഞാൻ വയറ് നിറച്ച് കഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അടുത്തത് നമ്മക്കും വാങ്ങിക്കണം കേട്ടോ, റെസ്റ്റേറ്റ്. ചേച്ചി ആദ്യം തുളയില്ലാത്തൊരു ഷഡ്ഡി മേടിക്കാൻ നോക്കും. അമ്മച്ചിയല്ല പറയാറ്, അമ്മച്ചിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം ഇഷ്ടമാണ്. മക്കളുണ്ടാക്കി തരുന്ന ഫുഡ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ചിലരുണ്ട് വായിക്ക് കൊള്ളത്തും ഇല്ല, വയറും കേടും. വരുമെന്ന് പറഞ്ഞിട്ട് ഇതൊരു മറ്റിടത്ത പണിയായിപ്പോയി. എന്റെ ദൈവമേ, കാത്തിരുന്ന് മനുഷ്യന്റെ ക്ഷമ നശിച്ചറിയാവോ? ഇനിയെങ്ങാനും വരാതിരിക്കോ? എന്താ മനുഷ്യ, അതിനകത്ത് 2 സോപ്പ് ഇരിപ്പുണ്ടായിരുന്നല്ലോ. എന്ത് കൂടിയാ വിളിക്കുന്നത്? രാവിലെ തുടങ്ങിയതാണല്ലോ. അതിനകത്ത് സോപ്പ് കൂടി ഇരിപ്പുണ്ട്, അതെടുത്ത് വെച്ച് വിളിക്കും. ഇല്ലെങ്കിൽ ആണ് പട്ടിയെ കുളിപ്പിക്കുന്ന സോപ്പ് അവിടെ ഇരിപ്പുണ്ട്, അതെടുത്ത്. സോപ്പ് പൊടി തേച്ചിട്ട് വേഗം മുഴുവൻ ചൊറിയുന്നു. ആഹാ, താനിന്ന് ഇത്ര രാവിലെ തന്നെ? താൻ ഇന്നലെ വീട്ടിലൊന്നും പോയില്ല, ഇവിടെയാണ് കിടന്നുറങ്ങിയത്? ഒരു അതിഥി ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ചുമ്മാതിരിക്കാൻ പറ്റുമോ? എല്ലാത്തിനും എൻ്റെ ഒരു കൈ തന്നെ ചെല്ലണമെന്ന് വെച്ചാൽ വീട്ടിൽ ചെന്ന് കിടന്നിട്ട് എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് ഈ വരാന്തയിലാണ് ഞാൻ കിടന്നുറങ്ങിയത്. അറിയാവോ, 3 കൊതുകൾ ഒത്തുപിടിച്ചാൽ എന്നെ പൊക്കിക്കൊണ്ട് പോകാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ കാലയിൽ ഈ കയറും കെട്ടി അരപ്രൈസിന്റെ ഇവിടെ കെട്ടിക്കൊണ്ടാ കിടന്ന തള്ളേ. നിങ്ങൾക്കറിയാവോ, അത്ര ആത്മാർത്ഥയായി മത്തായിക്ക്. തന്നെ ഞാൻ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടില്ല കേട്ടോ. എന്നെ ഒരു കാര്യവും അമ്മച്ചി ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ അമ്മച്ചിയുടെ മനസ്സെനിക്കറിയാം. പക്ഷെ അമ്മച്ചി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഈ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തോളാം. മതി, പോരെ? താൻ അതിനെ കൊണ്ട് ചീത്തയാക്കുന്നതല്ലാതെ താൻ എന്ത് കിഴങ്ങ ഇവിടെ കാണിക്കുന്നത്?
ഒരു പെണ്ണ് വരുന്നെന്ന് അറിഞ്ഞപ്പോഴേ താൻ രാവിലെ കുത്തിയും പറിച്ച് ഇവിടെ വന്നതല്ലേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതേ രാവിലെ തൊട്ട് തുടങ്ങിയ ഹോപ്രാന്തങ്ങളാ. 2 പ്രാവശ്യം കുളിക്കുന്നു, 2 സോപ്പ് തീർക്കുന്നു, സോപ്പ് പൊടി എടുത്ത് കുളിക്കുന്നു, പട്ടിയെ കുളിപ്പിക്കുന്ന ഷാമ്പു എടുത്ത് കുളിക്കുന്നു. വീട്ടിലോട്ട് വരുന്നു പറയുമ്പോഴേ ഇച്ചിരി വൃത്തിയും പിടിപ്പും ഒക്കെ വേണം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ആൾക്കാ നാണക്കേട്. ഈ ഊളം കൊന്നിൽ അവറാച്ചും. പൗഡറാണോ ഇന്നലെ ഇവള് DDT വല്ലതും ആണോ ദൈവത്തിന് അറിയാം. ഇപ്പൊ സോപ്പ് പൊടി വന്നതാ, ചിലപ്പോ DDT വെച്ചു. സ്പ്രേ തന്നെയാണോ? അയ്യ, ദൈവമേ, ഒന്ന് തേച്ച് മടക്കി വെക്കാൻ പറഞ്ഞാൽ ഇവളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ഇനിയിപ്പോ പുതിയ പെണ്ണ് വരുമ്പം അവളെ കൊണ്ട് തേപ്പിക്കുകയോ അലക്കുകയൊക്കെ ചെയ്യാം. ഉള്ളു രക്ഷ. ഇവിടെ കാല് പിടിച്ച് കാണാൻ ഒരു പരുവാകും. ഇതിനകത്ത് ഇനി ഒന്നുമില്ല. ഇനിയും ദേഹത്തടിക്കാൻ ബാത്റൂമിൽ ലോഷൻ മാത്രമുണ്ട് ബാക്കി. മനുഷ്യനെ വാ, വന്നു എല്ലാം കഴിക്കും. എനിക്കൊന്നും വേണ്ടടി. എനിക്ക് ഇനി വായിക്കിരിച്ചായിട്ട് കഴിക്കാമല്ലോ. നീ ഏതായാലും ആ വേലക്കാരിയെ വെച്ചത് എന്റെ നിന്റെയും ഈ കുടുംബത്തിന്റെ ഒക്കെ ഭാഗ്യം. കാപ്പി ചോദിച്ച ഭർത്താവിന്റെ തലക്കടിച്ചു കൊന്നു. വിസാ തട്ടിപ്പ് പ്രതി റിമാൻഡിൽ. ജോസ്മന്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ഇവനെ കണ്ടിട്ട്. മധുരം വേണ്ടെന്ന് പറഞ്ഞാൽ ഒട്ടും മധുരമില്ല. എന്നാ പതിവില്ലാത്ത ഒരു ഇളക്കം? പളവളം മിന്നുന്ന കുപ്പായമൊക്കെ ഇട്ടോണ്ട് കയ്യില് ചെയിനൊക്കെ ഇട്ട് പള്ളി പോകണമെങ്കിൽ പോലും ഇതുപോലെ ഒരുങ്ങത്തില്ല. മക്കളുടെ കല്യാണത്തിന് ഒരുങ്ങിയിട്ടുണ്ട് ഇതുപോലെ. എടി, ഒരു കൊച്ചിങ്ങോട്ട് വരുന്നതല്ലേ? 6 കൊച്ച്. ആരുടെയും കൊച്ചല്ല, നമ്മുടെ ഒരാൾ സ്റ്റാഫായിട്ട് വരുമ്പോ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ് കാണണമെന്നുണ്ടെങ്കിൽ ഞാനിടി നല്ല വേഷത്തിൽ ഇരിക്കണ്ടേ? ഓളംകുന്നിൽ അവറാച്ചനെ കുറിച്ച് അറിഞ്ഞിട്ടായിരിക്കും അവള് വരുന്നത്. അറിഞ്ഞിട്ടായിരിക്കും അവള് വരുന്നത്. തേങ്ങ 10 അരച്ചാൽ എന്നാ? താളല്ലേ കറി. എടി, നീ തേങ്ങ 10 20 അരച്ചോ? ഇഷ്ടമാണെങ്കിൽ തെങ്ങോട്ട് കയറി തേങ്ങ കിട്ടൂ. തേങ്ങ പറമ്പും തെങ്ങും ഉണ്ടല്ലോ നമുക്ക്. ഞാൻ രാവിലെ കഥക് തുറന്നു വന്നപ്പോഴത്തേക്കിന് ആ മത്തായിച്ചനാണ്ട് മുറ്റത്ത്. അവൻ വന്നോ? ഒരുത്തി ഇങ്ങോട്ട് വരുന്നെന്നും പറഞ്ഞോണ്ട് എല്ലാത്തിനും എന്നെ ഇളക്കം ഇത്. സാധാരണ അവൻ വരാറുള്ളത് പൈസ കടം ചോദിക്കാന്. എടി, അവനെ സൂക്ഷിച്ചോണം. അവൻ ആ പെണ്ണ് വരുന്നതിനായിരിക്കും ഓടി വന്നേക്കും. ഇനി മറ്റവന്മാരും കൂടി വന്നു കഴിഞ്ഞാൽ എന്നാ പുകിലായിരിക്കും ഇവിടെ. എന്റെ ദൈവമേ, എനിക്ക് പേരുദോഷമാവും. നിങ്ങൾക്ക് എന്നാ പേര് ദോഷം? എടി, ഈ കാണിക്കുന്ന കോപ്പറാങ്കി ഞാനല്ല ഉത്തരം പറയേണ്ടത്. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവളുങ്ങാനും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് ഇവിടെ കൊഞ്ചാനോ കുഴയാനോ നിന്നിട്ടുണ്ടെങ്കിൽ ചൂലും കെട്ടെടുത്ത് ഞാൻ തലമണ്ട തല്ലി പൊട്ടിച്ചേക്കും. മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നോണം. ഇവളെന്റെ പടം പത്രത്തെ വരുത്തുവോ? വരുത്തട്ടെ. എന്ത് പീഡനം സഹിക്കാനും ഞാൻ തയ്യാറാ.